RSS തലവൻ മോഹൻ ഭഗവത് കേരളത്തിൽ ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു സമ്മേളനം പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളോട് അദ്ദേഹത്തിൻ്റെ വക ഒരു ഉപദേശം വെച്ചാൽ നമ്മൾ ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്ത് സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വക ഉപദേശമല്ല നിർദ്ദേശമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പാരമ്പര്യം പിന്തുടരണം. ഇംഗ്ലീഷ് നമ്മുടെ ഡെയിലി യൂസേജസിൽ നിന്ന് പരമാവധി ഉപേക്ഷിക്കണം. നമ്മുടെ വസ്ത്രരീതിയിലും പരമ്പരാഗത വസ്ത്രരീതി, അതായത് ഇന്ത്യയുടെ പരമ്പരാഗത രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അത് ആവശ്യപ്പെടുന്ന മുഴുവൻ ഖർവാപ്സിയാണ്. നിലവിൽ നമ്മൾ പുരോഗതി എന്ന് എല്ലാ തലങ്ങളിലും നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതിയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത് പറയുകയാണ്. അതും കേരളത്തിൽ വെച്ച്, പത്തനംതിട്ടയിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ എങ്ങനെ കാണണം, ആ വേദിയിൽ കേട്ടിരുന്ന ആളുകളുടെ മനസ്സിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. അജിംസ്, ഏത് കാലത്ത് നിന്നാണ് മോഹൻ ഭഗവത് സംസാരിക്കുന്നത് എന്നതാണ് പ്രശ്നം. അജിംസ് നേരത്തെ RSSനെ കുറിച്ച് കുറേയേറെ സംസാരിച്ചല്ലോ. എന്താണ് ഇപ്പോഴും RSS മുന്നോട്ട് വെക്കുന്ന അവരുടെ തിങ്ക് ടാങ്ക് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ അത്? അതിനു മുമ്പ് ഈ ചെറുകോൽപ്പുഴ ഹിന്ദു മതപരിഷത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ഏതാണ്ട് 100-ലധികം വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. 1913 മുതൽ. അപ്പോൾ ചെറുകോൽപ്പുഴ പത്തനംതിട്ടയിലാണ്. അവിടെ തന്നെയാണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത്. മാരാമൻ കൺവെൻഷൻ അതിന് മുമ്പേ ഉണ്ട്, 1895 മുതലുള്ളതാണ്. അപ്പോൾ ഈ മാരാമൻ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരുതരം മത നവോത്ഥാനം കൂടി നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അങ്ങനെ ഒരുപാട് പേർ. അപ്പോൾ ഈ മതനവോത്ഥാനത്തിൻ്റെ വേറൊരു ഇരുണ്ട വശം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഈ മതനവോത്ഥാനത്തിലെല്ലാം പരസ്പരമായ മതവൈരം കൂടി കലർന്നതാണ്. അതായത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട പ്രബോധനം നായർ കമ്മ്യൂണിറ്റി ആയിരിക്കെ തന്നെ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് മിഷണറിമാർ വരുന്നു, ഇവിടെ മതം മാറ്റുന്നു, നമ്മൾ ഒരുമിച്ച് നിലയിൽ വരൊക്കെ നമ്മൾ മതം മാറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക. അപ്പോൾ ഒരു വശത്ത് മാരാമൻ കൺവെൻഷൻ നടത്തുമ്പോൾ നമുക്കിവിടെ വേണം ഒരു ചെറുകോൽപ്പുഴ പരിഷത്ത്. പക്ഷേ ഈ രണ്ട് കൺവെൻഷനുകളും ധാർമ്മിക മൂല്യങ്ങൾ പ്രൊഫസ് ചെയ്യുന്ന കൺവെൻഷനുകളാണ്. അത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കൺവെൻഷനുകളെ അല്ല ഒരിക്കലും. എന്ന് മാത്രമല്ല അത് മതസൗഹാർദ്ദത്തിനും ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള രണ്ട് കൺവെൻഷനാണ്, ചെറുകോൽപ്പുഴയാണെങ്കിലും മാരാമണ്ണാണെങ്കിലും. അവിടെ ഒട്ടും ആപ്റ്റാവാത്തൊരു മനുഷ്യനാണ് മോഹൻ ഭാഗവത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ പരിപാടിയിൽ തന്നെ ഇപ്പോൾ അവിടുത്തെ MP ആൻ്റോ ആൻ്റണി മുതൽ പ്രതിപക്ഷ VD സതീശൻ വരെ പങ്കെടുത്തിട്ടുണ്ട് ചെറുകോൽപ്പുഴയിൽ. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന ഒരു മതധാർമ്മിക കൺവെൻഷനിൽ വന്നിട്ട് എന്തായിരിക്കും പ്രസംഗിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അധ്യാപനങ്ങളെക്കുറിച്ചോ ശ്രീനാരായണ ഗുരുവിനെ തന്നെയോ ഇപ്പോൾ ആ പരിപാടിയിൽ വെച്ച് മോഹൻ ഭാഗവത് ശ്രീനാരായണ ഗുരുവിൻ്റെ കുറിച്ചുള്ള ഏതൊരു പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തിനെതിരാണ് സംസാരിക്കുന്നത്? അത് ജാതി വിരുദ്ധമാണ്, അൺടച്ചബിലിറ്റിക്കെതിരെയാണ്. അപ്പോൾ പറയുമ്പോൾ RSSും പറയും ഞങ്ങൾ ജാതിക്കെതിരാണ്. ആ സമ്മേളനത്തിൽ തന്നെ മോഹൻ ഭാഗവത് ജാതി വിരുദ്ധമായ എന്തൊക്കെ പറഞ്ഞു, ജാതിയും ഐത്തവും ഹിന്ദു സമൂഹത്തിലെ തുടച്ചു നിൽക്കേണ്ടതാണെന്നൊക്കെ പ്രസംഗിച്ചു. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും RSS ജാതി എന്ന് പറയുമെന്ന്, അതായത് സനാതനധർമ്മം എന്ന് RSS പറയുന്ന കാര്യം, അല്ലെങ്കിൽ മനുസ്മൃതി പ്രൊഫസ് ചെയ്യുന്ന കാര്യം, ഇതിനെയൊക്കെ ആ പ്രിൻസിപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ സ്പീച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശ്രീനാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമികളോ പ്രൊഫസ് ചെയ്തൊരു കാര്യത്തിൽ ഒരു ധാർമ്മികതയെക്കുറിച്ച് പറയാൻ RSSന് ഒരിക്കലും കഴിയില്ല. അതൊരു പ്രശ്നം. പിന്നെ അവിടെ എന്താണ് പറയുക? പിന്നെ അവിടെ പറയുക ഈ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ മറ്റുള്ളവരൊക്കെ മോശം, അതാണ് പറയാൻ കഴിയുക. RSS സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ അദ്ദേഹം പറയുന്നത്? നമ്മുടെ വീടിനകത്ത് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഭാഷയാണ്, ഇംഗ്ലീഷ് സംസാരിക്കരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണമേ കഴിക്കാവൂ. നമ്മളുടെ വസ്ത്രങ്ങൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് പാടില്ല, ഇന്ത്യൻ വസ്ത്രങ്ങളെ പാടുള്ളൂ. ഇതാണ് പറയുന്നത്. ഇത് RSSന് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ്. RSSന് മേധാവിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ മാക്സിമമാണ്. എന്താണ് ഈ നമ്മളുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ പോപ്പുലർ ഡിഷസ്, പോപ്പുലർ ക്യൂസിൻ എടുത്തു നോക്കുക. അതിലെത്രയധികം വിദേശ സ്വാധീനമുണ്ട്. ഫോർ എക്സാമ്പിൾ ബിരിയാണി എവിടെ നിന്ന് വന്നതാണ്? മുഗളന്മാർ കൊണ്ടുവന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മൾ എന്നല്ല, കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം മുഗൾ രാജാക്കന്മാരും അതിലെ പേർഷ്യയിൽ നിന്നൊക്കെ വന്നതാണ്. അവരാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാത്തരം ഭക്ഷണങ്ങളും, ഇപ്പോൾ നാനാവട്ടെ, റൊട്ടിയാവട്ടെ,
ഒട്ടുമിക്ക പോപ്പുലർ ക്യൂസിൻസും വന്നത് പുറത്തു നിന്നാണ്. നമ്മളിവിടെ ആവിഷ്കരിച്ചതല്ല. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒരു ഭക്ഷണ സംസ്കാരം രൂപം കൊള്ളില്ല. അത് സംസ്കാരങ്ങൾ ഇടകലർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് ഭക്ഷണ സംസ്കാരം. ഇനി വസ്ത്രം, ഇപ്പോൾ ഇന്ത്യൻ വസ്ത്രം എന്ന് പറയാവുന്നത് സാരിയാണ്. അപ്പോൾ ഈ സാരിയുടെ ആധുനിക രൂപമൊക്കെ എവിടെ നിന്നാണ് വന്നത് നമുക്കറിയില്ല, എപ്പോഴും അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ തുന്നാത്ത ഉടുക്കുന്ന ഒരു നീണ്ട വസ്ത്രം എന്ന നിലയിൽ പൗരാണിക കാലത്ത് കൊണ്ട് ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു തുണിയെടുത്ത് ചുറ്റുക എന്നുള്ളതാണ്. ബാക്കിയുള്ള വസ്ത്രങ്ങളോ, ഇന്ത്യയുടെ പോപ്പുലർ വസ്ത്രം ഏതാണ്? ചുരിദാർ അല്ലെങ്കിൽ സൽവാർ കമ്മീസ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നാണ്? ഇന്ത്യയിലുണ്ടായതാണോ? അല്ല. എന്ന് മാത്രം ഗഗ്ര ചോളി മുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള ഒട്ടുമിക്ക വസ്ത്രങ്ങളും വിദേശ സ്വാധീനത്താൽ ഉണ്ടായതാണ്. അത് മോശം കാര്യമാണെന്നല്ല പറയുന്നത്, അങ്ങനെയാണത് മുന്നോട്ട് പോവുക. ഒറ്റ ചോദ്യം, RSSൻ്റെ ഗണവേഷം ഉണ്ടല്ലോ, ഈ ഗണവേഷം എവിടെ നിന്ന് വന്നാൽ? ഇപ്പോൾ ട്രഡീഷണലായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ RSSൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് എന്താണ്? RSS ഏത് വസ്ത്രത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? മുമ്പ് നിക്കറും ഇപ്പോൾ പാൻറ്റും. ഇതൊക്കെ ഇന്ത്യൻ വസ്ത്രമാണോ? അവർ വയ്ക്കുന്ന തൊപ്പി ഇന്ത്യൻ ആണോ? ഒട്ടുമല്ല. അത് ഫാഷിസ്റ്റ് തൊപ്പിയാണ്. മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ വച്ചുകൊണ്ടിരുന്ന തൊപ്പിയാണ്. അപ്പോൾ ഇവരേത് ട്രഡീഷനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്? അപ്പോൾ ഈ RSSന് പറയാൻ കഴിയുന്ന എന്താണ് മഹത് വചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. പക്ഷെ അവർ ചിന്തിക്കുന്നതല്ല അവർ പറയാറുള്ളത് എന്നുള്ളതുകൊണ്ട് അവരിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടാവും. ഈ പ്രസംഗം ചെറുകോൽപ്പുഴ അങ്ങനെ സാധാരണ രീതിയിലും മലയാളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ. ഏതെങ്കിലും പത്രത്തിൻ്റെയൊക്കെ ഒരു ഒറ്റക്കോളം വാർത്തയായിട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, മലയാളത്തിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇത് എന്താണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, നാഷണൽ ഡെയിലീസൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഒരു RSS എന്താണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രസംഗമാണ് അത്. അതിന് മതവുമായി, പ്രത്യേകിച്ചും ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല. അത് തന്നെ ഒരു ഫോറിൻ ഐഡിയോളജിയാണ്. നാഷണലിസമാണ് RSSൻ്റെ അടിസ്ഥാനം. അൾട്രാ നാഷണലിസമാണ്. നാഷണലിസം തന്നെ എന്തല്ല, ഒട്ടും ഇന്ത്യൻ അനുഭവമല്ല നാഷണലിസം എന്ന് പറയുന്നത്. അവർ പിന്തുടരുന്ന ഏതാണ്? ഇറ്റാലിയൻ, ജർമ്മൻ നാഷണലിസത്തെയാണ് അവർ പ്രൊഫസ് ചെയ്യുന്നത്. ഗോൾവാർക്ക് അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ജർമ്മൻ നാസിസം എങ്ങനെയാണ് അവർ എമർജ് ചെയ്തു വന്നത്, അതെങ്ങനെയാണ് ഇന്ത്യയിൽ പാഠമാവേണ്ടതാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഹിന്ദു മതം രൂപം കൊണ്ട സാമൂഹിക പശ്ചാത്തലത്തിലോ അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിലോ അത് മുന്നോട്ട് വയ്ക്കുന്ന ലോകവീക്ഷണങ്ങളോ ഒന്നും RSS ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ തെറ്റായൊരു വേദിയിൽ തെറ്റായ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി നടത്തിയ പ്രസംഗമായിട്ട് ഞാൻ കാണാൻ കഴിയും. സാർ, എങ്ങനെയാണ് ഈ മോഹൻ ഭാഗവത്തിൻ്റെ വാക്കുകളെ കാണേണ്ടത്? മോഹൻ ഭാഗവതിൻ്റെ ചെറുകോൽപ്പുഴ പരിഷത്തിലെ പ്രഭാഷണം മുഴുവൻ കേട്ടതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രഭാഷണം തുടങ്ങുന്നത് ഈ ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല, അതൊരു ഈ പറഞ്ഞമാതിരി ആധ്യാത്മിക ധാർമ്മിക പ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രഭാഷണമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം തുടക്കത്തിൽ ഈ വിവിധതയെക്കുറിച്ചാണ് കാര്യമായിട്ട് സംസാരിക്കുന്നത്. വിവിധതയാണ് ഭാരതീയ, കുറേ തമാശകളുണ്ട് കേട്ടോ. ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ മഹത്വം വിവിധതയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിവിധതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം 2 തവണ ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്, ഹിന്ദിയിൽ പോലുമല്ല. എ റിലീജിയൻ ടോപ്പ് ഓഫ് ഓൾ റിലീജിയൻ എന്ന് പറയുകയെന്ന് ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് ഹിന്ദു ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്, ഹിന്ദു സംസ്കാർ എന്നാണ് അവർ പറയുക. എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ട് റിലീജിയൻ ടോപ്പ് ഓഫ് ഓൾ റിലീജിയൻ എന്ന് 2 തവണ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. പറകിലത്തെ ബാനറിലും ഹിന്ദു മത പരിഷത്ത് എന്നാണുള്ളത്. ഹിന്ദു മതമല്ല സംസ്കാരമാണെന്ന് പറയുന്ന ആൾ തന്നെ ഇതെങ്ങനെ പറയുന്നു? വിവിധതയെക്കുറിച്ച് പറയുന്ന, എല്ലാറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ തന്നെ എങ്ങനെയാണ് റിലീജിയൻ ടോപ്പ് ഓഫ് ഓൾ റിലീജിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നാഗ്പൂരിൽ അദ്ദേഹം ഇങ്ങനെ കോൺവോയ് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലാത്തടത്ത് ബ്ലോക്ക് രൂപപ്പെട്ടു. അദ്ദേഹത്തിന് കൂടെ കുറേയധികം യൂറോപ്യൻ പ്രതിനിധികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ആ പട്ടിക്കുഞ്ഞിന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി കൊടുത്തതാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ അവർ അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പരിപാടിയില്ല, ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക. യൂറോപ്യന്മാരൊക്കെ പട്ടീൻ്റെ മേലൂടെ വണ്ടി കയറ്റും. നമ്മുടെ സംസ്കാരം, നമ്മുടെ സന്യാസീസ് പഠിപ്പിച്ച, നമ്മുടെ മഹാപുരുഷ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം അതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് ആ ഭാരതീയ സംസ്കാരത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു പ്രാക്ടീസിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനടുക്കാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
എന്താണ് ഒരു സപ്താഹിക് ബൈഠക്, എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മളെ വീട്ടിലുള്ള എല്ലാവരും, അത് ന്യൂക്ലിയസ് ഫാമിലിയാണ്, ഒരു 4 ആളുകൾ 4 ആൾ, സബ് മിൽക്കർ ചർച്ച കരേഹേ, വീട്ടിൽ നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് ശേഷം ഘർ മേ ബനായി ഹുയി ഭോജൻ ആനന്ദ് സേ ഖാന, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ആനന്ദത്തോടു കൂടി കഴിക്കണം. എന്നിട്ട് ചർച്ച എന്താണ്? ഹം കോൻ ഹേ, हमारा परंपरा क्या है, हमारा संस्कृति क्या है, हमारा अपना कुल रीति होती है, कुल रीति क्या है, कुल रीति എന്നാൽ കുലരീതി, നമ്മുടെ കുലത്തിൻ്റെ രീതി, കുൽ രീതി होती है, कुल रीति क्या है, घर में कुल रीति के अनुसार सब चल रही है क्या न चल रही है, ഈ കുലരീതി അനുസരിച്ചാണോ നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ച ശേഷമാണ്, ആ കുലരീതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഘർമേ എന്തൊക്കെ വേണമെന്നറിയോ? ഭാഷ, ഭൂഷ, ഭാഷ, ഭൂഷ, ഭജൻ, ഭോജന, ഭവൻ, ഭ്രമൺ, ഇതെല്ലാം ഈ കുൽ രീതിക്ക് അനുസാർ അങ്ങനെ പോകണം. അപ്പോൾ ഭാഷ ഏതാണ്? ഭാഷ ഇംഗ്ലീഷ് ഭാഷ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ മറ്റ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഭ്രമണിനെ കുറിച്ച് പറഞ്ഞു. ഭ്രമണം എന്ന് പറഞ്ഞാൽ യാത്ര, വിദേശ ഭ്രമണമാണ് നമ്മൾ കൂടുതൽ നടത്തുന്നതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഇതുണ്ട്, പിന്നെ മഹാപുരുഷന്മാരുടെ കേന്ദ്രങ്ങളുണ്ട്, ശക്തി സ്വരൂപിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കുക നമ്മൾ എന്തിനാണ് ഈ വിദേശ യാത്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുൽ രീതിക്ക് അനുസാർ സബ് ചൽ രഹി ഹെ, ഇതാണ് അതാണ് അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാരതീയവൽക്കരണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കുലരീതി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, ഈ പിന്നെ അജിംസ് ബിരിയാണിയാണ് ഉദാഹരിച്ചത്. ബിരിയാണി ഉദാഹരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്, കാരണം അത് കേൾക്കുമ്പോൾ തന്നെ കലിപ്പ് കയറുന്നതാണ്. അത് വേണ്ട. നമ്മൾ കേരളത്തിൽ ആലോചിക്കുക, നമ്മൾ എന്താണ് സാധാരണ നാടൻ ഭക്ഷണമായിട്ട് പൊതുവെ പരിഗണിക്കപ്പെടുന്നതാണല്ലോ പൂള, അല്ലെങ്കിൽ എന്താണ് കപ്പ, പൂള, മരച്ചീനി, കൊള്ളി എന്നൊക്കെ പറയുന്നത്. ഇത് ഇങ്ങനെ ആരാടെ? പോർച്ചുഗീസുകാർ 1555 1800 കൊണ്ടുവന്നതാണ്. ഈ സാധനം ഇവിടെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച ആരാന്നറിയോ? ഒരു തിരുവിതാംകൂർ രാജാവുണ്ട്, പേര് ഞാൻ മറന്നുപോയി, ഏതോ ആയില്യം തിരുനാൾ രാജാവാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹം കൊട്ടാര വളപ്പിൽ ഇത് കൃഷി ചെയ്തിട്ട് സ്വന്തം കൊട്ടാര പാചകക്കാരെ കൊണ്ടത് പാചകം ചെയ്യിപ്പിച്ച് അത് കഴിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്, കഴിക്കണം, കാരണം വലിയ ക്ഷാമവും പട്ടിണി നേരിടുകയാണ്. അപ്പോൾ ഈ സാധനമാണ് എളുപ്പമാണ് പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ വിപ്ലവ ഭക്ഷണമാണിത്, പൂളയും മത്തിയും. നാടെന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണത്തിൻ്റെ എന്താണ് പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷണമാണ് ഈ പറയുന്ന കൊള്ളി എന്ന് പറയുന്നത്. ഇത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. അതുക്ക് മുമ്പേ വന്നിട്ടുണ്ട് പൈനാപ്പിൾ 1550 വന്നിട്ടുണ്ട് ഇവിടെ. അതും കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടനിൽ ഈ സാധനം എത്തുന്നത്. അപ്പോൾ എന്താ ഈ നമ്മുടെ കുലരീതി അനുസരിച്ചിട്ടുള്ള ഭോജൻ ക്യാ ഹേ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടൊരു ഇത് വരുന്നുണ്ടല്ലോ, എന്താണ് കുട്ടികൾ എന്താടാ അതിന് പറയാം, ഈ രോമമുള്ള റംബുട്ടാൻ, കൊറോണപ്പഴം എന്ന് കുട്ടികൾ പറയണം. ഈ കൊറോണപ്പഴം എവിടെ നിന്ന് വന്നതാ? കൊറോണപ്പഴം ഈ ഇൻഡോ പാസഫിക് റീജിയൻ, മലേഷ്യ, ഗിനിയ, അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഈ ബനാന നമ്മുടെ പ്രസാദം ഈ അമ്പലങ്ങളിൽ വരെ ഇത് കൊടുക്കുന്നതാണ് ബനാന എവിടെ നിന്ന് വന്നതാ? ബനാനയുടെ ഒറിജിൻ എവിടെയാണ്? ഈ ന്യൂ ഗിനിയ, പാസഫിക്, ഓസ്ട്രേലിയ, അവിടെയൊക്കെയാണ് അതിൻ്റെ ഒറിജിൻ പോയി നോക്കി അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ കുലരീതി അനുസരിച്ചുള്ള ഭോജനം എന്താണ്? ഇതൊരു പ്രശ്നമുണ്ടല്ലോ. ഇതെല്ലാറ്റിലും ഉണ്ട്. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, വസ്ത്രത്തിൻ്റെ കാര്യത്തിലുണ്ട്, ഭാഷയുടെ കാര്യത്തിൽ. ഭാഷ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് തന്നെ എടുക്കുക. ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം ഇന്ത്യയിലെ ഏതെങ്കിലും ടെക്സ്റ്റിലുണ്ടോ? 4 വേദങ്ങളുണ്ടോ? ഈ ഇന്ത്യൻ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദമില്ലല്ലോ. അത് ആരതാണത്? ആരുടെ സംഭാവനയാണ്? അത് പേർഷ്യക്കാരാണ് അത് ഉപയോഗിക്കുന്നത്. പേർഷ്യക്കാർ, അറബ്സ്, ദെൻ യൂറോപ്യൻസ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ ഒരു വിദേശ പേരാണ്.
എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു വങ്കത്തമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? ഇപ്പോൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക ഇങ്ങനെ എല്ലാം ഈ കുലരീതി അനുസരിച്ച് അങ്ങനെ ഒന്നില്ലെന്നേ. മനുഷ്യകുലമാണുള്ളത്. മനുഷ്യകുലത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി സഞ്ചരിച്ച് രൂപപ്പെട്ടു വരുന്നതാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് പോലും മനസ്സിലാവില്ല. ഈ റംബുട്ടാൻ എന്ന് പറയുന്ന ഈ പഴം നമ്മളുടെ ഇതിലുണ്ടായിരുന്നില്ലല്ലോ, നമ്മുടെ തീന്മേശയിലുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളറിയാതെ ഇങ്ങോട്ട് വന്നില്ലേ? ഇങ്ങനെ മറ്റു പല രാജ്യങ്ങളും മറ്റു പലതും പോയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആശയങ്ങളുടെയും മനുഷ്യരുടെയും സഞ്ചാരത്തിലൂടെ രൂപപ്പെട്ടതാണ് മനുഷ്യ സമുദായം എന്ന് പറയുന്നത്, മനുഷ്യ സമുദായ സംസ്കാരം എന്ന് പറയുന്നത്. അതിനെ ഈ ദേശീയതയുടെ അല്ലെങ്കിൽ ഈ അതിദേശീയതയുടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപസ്മാര ദേശീയതയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വളച്ചു കെട്ടി തങ്ങളുടേത് സവിശേഷമായ എന്തോ ഒന്നാണെന്നും അത് ഏറ്റവും എല്ലാറ്റിനും മേലെ നിൽക്കുന്നതാണെന്നും അതിന് പുറത്തുള്ളതെല്ലാം മ്ലേച്ഛമാണെന്നും വിചാരിക്കുന്നു എന്നുള്ളതാണ് RSS ഐഡിയോളജിയുടെ അടിസ്ഥാന പ്രശ്നം. മനസ്സിലായില്ലേ? മോഹൻ ഭാഗവതൻ്റെ പ്രസംഗം ആളുകൾ കൂടുതൽ കേൾക്കണം എന്നാണ് ഞാൻ പറയുക. അങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് ഈ ബുദ്ധിയുള്ളതാണല്ലോ മനുഷ്യർ, ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് മനുഷ്യർ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇന്നലെ ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. ഇന്നലെ ഇവിടെ ബ്രിട്ടനിൽ വൈറ്റ് ഷാപ്പൽ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് ബംഗാളിയിലുണ്ട്. ബംഗാളിൽ ആക്കിയിട്ട് കുറച്ചായി. അപ്പം മമതാ ബാനർജിയൊക്കെ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പാർട്ടിയുണ്ട്, റിഫോം UK എന്ന് പറഞ്ഞിട്ട് പുതിയ റൈറ്റ് വിങ് പാർട്ടിയുണ്ട്. അതിൻ്റെ MP ഉണ്ട് റൂപ്പർട്ട് ലാവ്. പുള്ളി അതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നു. ദിസ് ഈസ് ലണ്ടൻ, that name board should be in English only എന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് അവിടെ വലിയ വിവാദം നടക്കുകയാണ് അത് ബന്ധപ്പെട്ട്. ഇതിൽ മോഹൻജി ഭാഗവതിൻ്റെ നിലപാടെന്താണ്? ഈ പറയുന്ന അവിടെ വൈറ്റ് ചാപ്പലിൽ ബംഗാളിയിൽ നെയിം ബോർഡ് എഴുതിയതിനെക്കുറിച്ച് അത് നമ്മുടെ ഒരു ഭാരതീയ ഭാഷ എന്താണ് കടൽ കടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡായി മാറിയത് അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അതല്ല ബ്രിട്ടീഷുകാരുടെ ഭാഷയെ മലിനപ്പെടുത്തുന്നത്, ബ്രിട്ടീഷ് സംസ്കാരത്തെ മലിനപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹം കാണുകയാണോ ചെയ്തത്? ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പം ബംഗാളി ഭാഷ മോശം ഭാഷയാണെന്നും അത് വേറെ എവിടെ ഉപയോഗിക്കരുതെന്നും മോഹൻജി ഭാഗവതിന് അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷകൾ നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദിയിലാണെന്ന് വിചാരിക്കാം. ഹിന്ദി ബോർഡുകൾ ലണ്ടൻ നഗരത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ്. മോഹൻ ഭാഗവത് നിലപാടെടുക്കും. അദ്ദേഹം അതിനെ അനുകൂലിക്കുകയല്ലേ ചെയ്യുള്ളൂ. ഭാരതീയ സംസ്കാരം ഇങ്ങനെ വികസിക്കുന്നതായിട്ടല്ലേ കാണുള്ളൂ. അപ്പം അദ്ദേഹം സ്വന്തം അനുയായികളോട് ഇംഗ്ലീഷ് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വൈരുദ്ധ്യം എന്തായിരിക്കും? ഇതാണ് ദേശീയതയുടെ പ്രശ്നം എന്ന് പറയുന്നത്. പാട്രിയോട്ടിസം ഈസ് ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും മനുഷ്യരെ വിഭജിക്കുവാനും മനുഷ്യർ തന്നെ ഉണ്ടാക്കിയുള്ള ഉപായങ്ങളാണ്. അതിനെ വളരെ നല്ല കേൾക്കാൻ രസമുള്ള ഹിന്ദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മോഹൻ ഭാഗവതിൻ്റെ മിടുക്ക്. അപ്പോൾ ആ പ്രസംഗം കൂടുതൽ ആളുകൾ കേൾക്കട്ടെ എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും പറയുന്നതിലെ വൈരുദ്ധ്യം എന്താണെന്ന് ആ പ്രസംഗം തന്നെ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ പ്രായോഗികമായി ഒട്ടുമേ ചേർന്ന് പോകാത്ത തരത്തിലുള്ള ഐഡിയകളാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാവൂദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ മോഹൻ ഭാഗവത്തിൻ്റെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി ആളുകളെ കേൾപ്പിക്കാനാണ് BJPക്കാർ ശ്രമിക്കേണ്ടത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.